ഹായ് ഹലോ, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗാണ്. പിന്നെ കൊല്ലം വരെ പോകണം. പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊല്ലത്തോട്ട് പോവാണ്. ഇതാണ് ഞങ്ങളുടെ പുനലൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ വെയിൽ എൻ്റെ ഭാഗത്താണ്. എന്ത് ചെയ്യാനാണ്, വെയിലില്ലാത്ത ഭാഗം നോക്കി കയറിയതാണ്. പക്ഷേ എൻ്റെ ഭാഗത്തായിരുന്നു വെയിൽ. പ്രിയദർശിനി നോക്കി നിന്നില്ല. ഞാൻ ഫാസ്റ്റിലാണ് കയറിയത്. ഞാൻ ഇതുവരെ പ്രിയദർശിനിയിൽ കയറിയിട്ടില്ല കേട്ടോ. കയറിയില്ല, എനിക്ക് കയറാൻ പറ്റിയില്ല. ഇന്ന് കയറാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഫാസ്റ്റിൽ കയറി. കാരണം എൻ്റെ സിസ്റ്റർ വെയിറ്റിങ്ങിലാണ്. അവൾ കൊട്ടാരക്കര വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓടി ഫാസ്റ്റിൽ കയറി. ഫാസ്റ്റിൽ കയറിയിട്ടും വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എത്തേണ്ട സമയത്ത് എത്തിയില്ല. പിന്നെ ഈ ബസ്സിൽ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്, പക്ഷേ കണ്ടില്ല. അങ്ങനെ ഞാൻ കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കര വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? മഴ. ഇത്രയും ദിവസം മഴയില്ലായിരുന്നു ഗൈസ്. എനിക്കൊരാവശ്യം വന്നു. ഞങ്ങൾ സ്കൂട്ടിയിലാട്ടോ പോകാൻ തീരുമാനിച്ചപ്പോൾ മഴ പെയ്ത്. മഴ കാലാവസ്ഥ കണ്ടപ്പോൾ കുറച്ച് വിഷമമായി. അത്യാവശ്യം ഞാൻ നോക്കിയപ്പം ഒരു ഭാഗത്ത് മാത്രമേ മഴയുള്ളൂ. കൊട്ടാരക്കരയുടെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മഴ. പിന്നെ അങ്ങോട്ട് മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അവളെന്നെ പിക്ക് ചെയ്തു. ഞങ്ങൾ സ്കൂട്ടിയിലാട്ടോ കൊല്ലത്ത് പോകുന്നത്. കൊല്ലത്ത് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് എൻ്റെ കോളേജിൽ പോവാം. അങ്ങനെ പിന്നെ കുറേ നേരം ഏകദേശം ഞങ്ങൾ പിന്നെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നല്ലപോലെ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ സ്കൂട്ടിയിലൊക്കെ പോകുന്നൊരു വൈബല്ലേ ഗൈസ്. മഴയുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്കിപ്പം വേറൊരു കാര്യത്തിനാണല്ലോ പോകുന്നത്, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ മഴ പെയ്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നനഞ്ഞ് എങ്ങനെയാണ് പോകുന്നത്? കോളേജിലൊക്കെ കയറണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ വല്ലപ്പോഴും കേട്ടോ കാണുന്നു. അവളുടെ സ്ഥലം കൊട്ടാരക്കരയിലാണ്. അങ്ങനെ എൻ്റെ കോളേജ് എത്തി. ഇതാണ് എൻ്റെ കോളേജ്, ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസി. ഞാനിവിടെയാണ് പഠിച്ചത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയിൽ കയറി 2 ഷാർജയും 2 ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അവിടുത്തെ സർവീസും സൂപ്പറാണ്, പ്രൈസും കുറവാണ്, നല്ലതാണ്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ പുനലൂരൊക്കെ ഒരു ഷാർജയ്ക്ക് ഏതാണ്ട് 90 രൂപ, ഇവിടെ 50 രൂപയിലാണ് റേറ്റ്. അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല സർവീസുമാണ്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് സ്ഥലം കൊല്ലത്ത് മൂന്നാംകുറ്റിയിലാണ്. മൂന്നാംകുറ്റി അതായത് ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തുണി എടുക്കണോ, ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. 2-3 കടയിൽ കയറി. അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുന്നിക്കോറുള്ളൊരു കടയിൽ വന്നിട്ട് ഡ്രസ്സ് എടുത്തു. 2 ഡ്രസ്സ് കിട്ടി. അങ്ങനെ പിന്നെ അതും എടുത്ത് ഞങ്ങൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ബസ് കിട്ടി, പ്രിയദർശിനി ബസ് കിട്ടി. അപ്പം പ്രിയദർശിനി കയറി എന്നുള്ളതുമായി. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ.